ഇത് ചെറുപുഴ ആണ് ശരിക്കും. ഇത് നമ്മളെ ഫ്രണ്ട് സിദ്ദീഖിൻ്റെ നാട്ടിൽ ഞാൻ വന്നിട്ടാണുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല ഓർഗാനിക് ഫാം അവിടുത്തെ ഒരു സ്റ്റേലുണ്ട്. എന്തായാലും അങ്ങോട്ടേക്ക് പോകണം. ഇത് നല്ല അടിപൊളി തൂക്കുപാലാണ്, അടിപൊളി ചെറുപുഴ പുഴയും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെല്ലാം ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണം തോന്നി. സൂപ്പർ സംഭവമാണ്. ഇപ്പോൾ നമ്മൾ ഹോം സ്റ്റേൻ്റെ മുന്നിലെത്തി. ഇത് പുളിങ്ങോം ടൗണിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 2 കിലോമീറ്റർ അടുപ്പിച്ചേ ഉണ്ടാവും. അപ്പോൾ പഴയ വീടാണ്, ഏകദേശം 60 കൊല്ലം പഴക്കമുണ്ടെന്ന് ഞാൻ കേട്ടത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഒരു ഭംഗി നല്ല രസമുണ്ട്, പുതുക്കിയിട്ടുണ്ട് കുറച്ച്. എന്തായാലും ആ പഴമ എന്തായാലും നിലനിർത്തിയിട്ടുണ്ട്. കുറച്ച് ചെടികളെല്ലാം ഉണ്ട്, നല്ല ഭംഗിയുള്ള, ആരെയും ശല്യമില്ലാതെ നമുക്ക് താമസിക്കാൻ പറ്റുന്ന തികച്ച് വ്യത്യസ്തമായൊരു ശൈലിയിൽ തന്നെയുള്ള വീട് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നമ്മൾ നടന്ന് ആദ്യമൊന്ന് ഇതിൻ്റെ ഫലവൃക്ഷങ്ങളും കാര്യങ്ങളെല്ലാം അപ്പുറത്തെ ഭാഗത്തുണ്ട്. അപ്പോൾ ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു കലവറ തന്നെയാണ് ഈ ചുറ്റുഭാഗത്ത് മൊത്തമായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ട് നമ്മൾക്ക് കുറച്ച് ഫ്രൂട്ട്സേ ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഏതായാലും അതൊന്ന് കാണാം. എന്തായാലും ഇപ്പം ഈ കാണുന്ന വെണ്ടക്ക ഒരു റെഡ് കളറിൽ വരുന്ന വെണ്ടയ്ക്കാണ്. അതൊരു അത്ഭുതം തോന്നി. നമ്മളിതിങ്ങനെ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല, ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. അതവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതിൽ വിത്തിന് വെച്ചതാണ്, അതുകൊണ്ട് ചോദിച്ച് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് എല്ലാം ഒരുപാടുണ്ട്, തൈകൾ. പക്ഷേ മിറാക്കിൾ ഫ്രൂട്ട്സ് അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഒരുപാട്. പിന്നെ അതുപോലെ തന്നെ മത്സ്യത്തിൻ്റെ ഒരു കൃഷി അവിടെയുണ്ട്. എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സ് കൃഷി ഞാൻ കണ്ടിട്ടുണ്ട്. മുന്തിരിങ്ങ അടക്കമുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ചെറുപുഴ ഭാഗം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പ്രകൃതിദത്തമായിട്ട് നല്ലൊരു തണുപ്പുള്ള സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ പലതരം ഫ്രൂട്ട്സുകളും വിളയിക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥ തന്നെയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ അച്ചായൻ എന്തായാലും നമ്മൾക്ക് ഇങ്ങനെയുള്ള കൃഷിയെല്ലാം ചെയ്ത് ഓർഗാനിക് ഒരു ഹോം സ്റ്റേ ഒരുക്കിയത്. വളരെ സന്തോഷം തന്നെയാണ്. ഇവിടെ വന്ന് നിൽക്കുന്നവർക്കെല്ലാം ഒരു സന്തോഷമുള്ള ഒരു കാഴ്ച തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത്. പുറത്ത് നല്ലൊരു ഏക്കറക്കണക്കിന് സ്ഥലത്ത് ഇങ്ങനെ ഒരു വീടും, അപ്പോൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു ഫലവൃക്ഷങ്ങളെല്ലാം കാണുമ്പോൾ രാവിലെ ഒരു നൊസ്റ്റാൾജി തന്നെ നമുക്ക് ഉണ്ടാകും. എന്തായാലും നമ്മളെ ചങ്ങാതി കൊക്കോ പറിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മളതൊന്ന് കഴിച്ച് നോക്കണം. കൊക്കോ കുറേ കാലമായി കഴിച്ചിട്ട്. ഫ്രൂട്ട്സിൻ്റെ സീസൺ ഔട്ടായത് കൊണ്ട് നമുക്ക് ഒരു 1-2 ഫ്രൂട്ട്സ് 1-2-3 ഫ്രൂട്ട്സേ ഇതിനകത്ത് ചിലപ്പോൾ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടുണ്ടാകും. ബാക്കി ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ തൈകൾ ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും ഇതൊന്ന് നമുക്ക് തിന്ന് നോക്കട്ടെ.
ഇഞ്ചി കൃഷിയും ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുപോലെ എല്ലാ കൃഷിയും കുരുമുളക്, കവുങ്ങ്, എന്ത് വേണ്ട, മാവ്, പിലാവ് എന്നെല്ലാം ഉണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. ഒരു 6-7-8 ഏക്കർ ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നു സുമാർ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഹോം സ്റ്റേനെ കുറിച്ച് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ വീട്ടിലേക്ക് എത്തി, വീട്ടിൻ്റെ ഉൾഭാഗത്തേക്ക് നമ്മൾ കടന്നു ചെന്നു. ഉൾഭാഗത്തേക്ക് നമുക്ക് ഒരു പഴമ ഉള്ളിൽ കയറുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ കുറേ പഴയ സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ വീടിൻ്റെ ഉൾഭാഗത്തെ വീഡിയോസുകളും കാണാം. നല്ല സൗകര്യമുള്ള വീടാണ്. അപ്പോൾ റൂമിൻ്റെ റെൻ്റ് എത്രയാണെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാകും. പക്ഷേ ഇതിൻ്റെ ഞാൻ ഫോൺ നമ്പർ ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. ഇപ്പോൾ ഇവിടെ ആകർഷണം തോന്നി എനിക്കിവിടെ ഒരു ഗ്രാമം ഫോൺ ഉണ്ട് പഴയ. അതപ്പോൾ ചെറിയൊരു കംപ്ലൈൻറ്റ് എന്തോ ഉണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത് ശരിയാക്കും അടുത്ത് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കേൾക്കാൻ വേണ്ടി നോക്കിയത് കറണ്ട് ഉപയോഗിക്കാതെ ബൈൻഡ് ചെയ്ത് പാടുന്ന ഓർഗാനിക് ഹോം സ്റ്റേനെ കുറിച്ച് നമുക്ക് ഇതിൻ്റെ തന്നെ ഓണറായ ആൾക്കാർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പേരെന്തേലും? എൻ്റെ പേര് ജോയ് അല്ലേ? ഇവിടെ എത്ര വർഷമായി പരിപാടികളായിട്ട്? ഇവിടെ 60 വർഷമായിട്ട് കൃഷിയും കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ട്, ഫാമിലി ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്കുള്ളൂ? ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഭാര്യ മരിച്ചിട്ട് 5 വർഷമായി. അത് കഴിഞ്ഞപ്പം മക്കൾ 2 പേരുണ്ട്. 2 പേരിൽ മോൻ കാനഡയുണ്ട്, മോള് ടീച്ചറാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ താമസം. അപ്പൊ അതിനൊരു നേരം പോക്കിനായിട്ട് കൃഷിയും കാര്യങ്ങളും അല്ലേ? ടൈം പാസ് ആയിട്ട്. ഇപ്പം നമ്മൾ ഓർഗാനിക് ഫാമാണ്. അപ്പോൾ നമ്മൾ 7 ഏക്കർ സ്ഥലം ഉള്ളത് മുഴുവൻ ഓർഗാനിക് സർട്ടിഫിക്കേഷനുള്ള സ്ഥലം. അതെല്ലാം കണ്ടു. പിന്നെ അതുപോലെ തന്നെ റൂം എത്ര പേർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള? 10 പേർക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട്. 10 പേർക്ക് കിടക്കാൻ വേണ്ടി. പിന്നെ 10 പേർക്കുള്ള അഡീഷണൽ ബെഡ് നമ്മൾ വേണമെങ്കിൽ അതിന്റെ പൈസ അഡീഷണൽ പൈസ മതി. അതായത് 20 പേർക്ക് താമസിക്കാം. ഫാമിലിക്ക് മാത്രമേ കൊടുക്കുമല്ലേ? എല്ലാവർക്കും. അതെ, ഇന്നലെ വരെ ആളുണ്ടായിട്ടുണ്ടല്ലേ? കാര്യങ്ങളെല്ലാം ആസ്വദിച്ചു കൊണ്ട് തന്നെ നമുക്ക് ഇത്. അഗ്രി ടൂറിസം നെറ്റ്വർക്കിന്റെ ഒരു ഫാം പ്രൊഡക്റ്റ് സെയിൽ ആൻഡ് ഫാം വിസിറ്റ് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലേ? അതുകൊണ്ട് നല്ല രീതിയിൽ പോകാൻ പറ്റുന്നുണ്ടല്ലേ? അതെ അതെ. എന്തായാലും ഇവിടെ ഈ ശരിക്കും സീസണിലായിട്ട് എല്ലാ സമയത്തും ആളുണ്ടായിരുന്നു. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് പെരയെന്ന് പറഞ്ഞാൽ പഴയ പെരയാണ്. 6 വർഷം പഴക്കമുള്ള വീടാണ്. 6 വർഷം പഴക്കമുള്ള വീടാണല്ലേ? പിന്നെ ഇവിടെ വന്നാൽ ഫ്രൂട്ട്സ് ഐറ്റം ഉണ്ട്. സീസണിൽ വന്ന ഫ്രൂട്ട്സ് എല്ലാ ഐറ്റം ഉണ്ട്. കാണാം. അതെല്ലാം മീനുണ്ട്, താറാവുണ്ട്, കാടയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ആവശ്യം വരുന്നവർക്ക് ലൈവായിട്ട് ഫിഷിനെ പിടിച്ച് നമ്മൾ ഫ്രൈ ആക്കിയിട്ട് ഫുഡ് അടക്കാണോ നമുക്ക്? ഫുഡ് വേണം നമ്മൾ കൊടുക്കും. നിങ്ങൾ പറയുന്ന മെനു അനുസരിച്ച് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഒരു റൂമിന് എത്ര റേറ്റ് വരുന്നുണ്ട്? റൂമിന് 1500 ആണ്. 1500. ഒരു ഫാമിലി 2 പേരും പിള്ളേരും ഉണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ? ഒരു 4 പേർക്ക്, അതായത് ഫാമിലിക്ക് 1500 രൂപയ്ക്ക് താമസിക്കാം അല്ലേ? 2 കുട്ടികളും 2 വലിയ. അങ്ങനെ കൂടുതൽ ആള് വന്നാൽ നമ്മള് പെർ ഹെഡ് 500 അല്ലേ? ഒരു ബെഡ് എക്സ്ട്രാ കൊടുക്കുമ്പോൾ ബെഡിന് 500 രൂപ. പിന്നെ ഫുഡ് വേണമെങ്കിൽ അതിന്റെ ബില്ല് അഡീഷണൽ രാവിലത്തെ ഉച്ചക്കത്തെ ഭക്ഷണത്തിന് അത് നിങ്ങൾ അഡീഷണൽ ആയിട്ട് വേറെ ബില്ല് വരും. പിന്നെ നിങ്ങൾക്ക് തന്നെ ഭക്ഷണം ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കിച്ചൺ വിട്ട് തരും. നമുക്ക് സ്വന്തമായിട്ട് ഭക്ഷണം സാധനം കൊണ്ടുവന്ന് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യും. പക്ഷേ നമ്മൾ 500 രൂപ നമ്മൾ ഗ്യാസിന്റെ പൈസയായിട്ട് മേടിക്കും. ഗ്യാസിന്റെ പൈസ 500 രൂപ. പിന്നെ ക്ലീൻ ചെയ്ത് സ്വന്തം ചെയ്ത് പൊക്കണം. അങ്ങനെയല്ല, ക്ലീനിങ്ങിന് ഭയങ്കര പണി വരും. നിങ്ങള് ഒരു 10-20 പേര് വന്നു കഴിഞ്ഞാലേ രസകരമായിട്ട് ക്ലീൻ ചെയ്തിട്ട് പോയിക്കോളൂ. മറ്റുള്ളവരാകുമ്പോ കുറച്ച് ആകുമ്പല്ലോ. എന്തായാലും പരിചയപ്പെട്ടൊരു സന്തോഷം. നിങ്ങളെ ഫാമും കാര്യമെല്ലാം കാണാൻ പറ്റിയത് സന്തോഷം. ഇത്രയും കൊണ്ട്